റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരിൽ ഒത്തിണങ്ങിയിട്ടുണ്ട്. ഫബിഹുദാഹു മുഖ്തദി. കഴിഞ്ഞുപോയ അമ്പിയാക്കരുടെ മുഴുവൻ സ്വഭാവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സ്വാംശീകരിക്കപ്പെടണം. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അത് സ്വാംശീകരിക്കപ്പെട്ട മഹാനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അത് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് ആ റസൂലുള്ളാഹിനെ അംഗീകരിക്കണം, റസൂലുള്ളാഹിനെ പിന്തുടരണം, റസൂലുള്ളാഹിനെ വിശ്വസിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് പലർക്കും ആ ജീവിതം എന്താണ് എന്ന് പഠിക്കാത്തത് കൊണ്ടാണ്. പക്ഷേ അത് മാത്രമല്ല, ആനന്ദിന്റെ വിമർശനം വായിക്കുമ്പോൾ സമയമല്ല എനിക്ക് അതേക്കുറിച്ച് പറയാൻ. ഒറ്റ വാക്ക് ഞാൻ പറയുന്നു. അദ്ദേഹം പറയുന്നത് ഇസ്ലാം എപ്പോഴും നിൽക്കുന്നത്, ഖുർആൻ എപ്പോഴും നിൽക്കുന്നത് വേട്ടക്കാരന്റെ പക്ഷത്താണ്. ഇരയുടെ പക്ഷത്ത് നിന്ന് ഇരക്കു വേണ്ടി ശബ്ദിക്കുന്ന ഒരു ചുറ്റുപാടില്ല. എന്നാൽ ആനന്ദിന്റെ ഖുർആൻ വിമർശനം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു ആശയമുണ്ട്. ആനന്ദ് വേട്ടക്കാരന്റെ പക്ഷത്തുമല്ല, ഇരയുടെ പക്ഷത്തുമല്ല, സാക്ഷാൽ വേട്ടക്കാരനാണ് ആനന്ദ് സാർ. സാക്ഷാൽ വേട്ടക്കാരനാണ്. അങ്ങനെ വേണം അദ്ദേഹത്തെ കുറിച്ച് പറയാൻ. ഏതാവട്ടെ, അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. നമുക്കിപ്പോൾ അതിന് മറുപടി പറയാൻ വിശാലമായ സമയമില്ല. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ഓരോ വരികളെയും ഗണ്ണിച്ചുകൊണ്ട് മറുപടി പറയേണ്ട വിഷയമാണ്. അതവിടെ നിൽക്കട്ടെ. ഖുർആനിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിവരക്കുറവ് കൊണ്ട് മാത്രമാണ് ഖുർആനിനെ അദ്ദേഹം വിമർശിച്ചിട്ടുള്ളത്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരാം. അള്ളാഹുവാണ് നിങ്ങൾക്കെല്ലാം നൽകിയത്, പടച്ചറബ്. അപ്പൊ ഈ ആയത്തും മുമ്പത്തെ ആയത്തും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അതെന്താ? പരലോകത്ത് വരാൻ പോകുന്ന കഥ ഇതാണെങ്കിൽ, ഈ നരകമുണ്ട്, ഈ സ്വർഗമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ 4 നാളായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന സ്വർഗവും ഇന്നലെ നാം കേട്ടു വല്ലാതെ ഭയപ്പെട്ടു പോയ നരകവും ഇതൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം, ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ മരിച്ചിട്ട് പിന്നെ ഒരു മടക്കം വേണ്ടേ? മരിച്ചിട്ട് പിന്നെ ഒരു മടക്കം വേണ്ടേ? ഇതുണ്ടാവണമെങ്കിൽ എന്താണ് ആ മടക്കം? എപ്പോഴാണ് ആ മടക്കം? പുനരുത്ഥാനം. അത് നിഷേധിക്കുന്നവനാ മനുഷ്യൻ. ആ പുനരുത്ഥാനമുണ്ടെന്ന് സ്ഥാപിക്കലാണ് അള്ളാഹുവിന്റെ ലക്ഷ്യം. വരികൾക്കിടയിൽ അത് സ്ഥാപിക്കലാണ്. കാരണം എന്തുകൊണ്ട്? നിങ്ങളെ സൃഷ്ടിച്ചത് ഞാനാണ്, നിങ്ങളെ മരിപ്പിക്കുന്നത് ഞാനാണ്. സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഞാൻ വേണമെന്ന് വെക്കുമ്പോൾ മരിപ്പിക്കാൻ കഴിയുന്ന എനിക്ക് നിങ്ങളെ വേണമെന്ന് വെക്കുമ്പോൾ രണ്ടാമതൊന്ന് പുനരെഴുന്നേൽപ്പിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര വലിയ മണ്ടന്മാരാണ്. അള്ളാഹു വരികൾക്കിടയിലൂടെ ഇനി ചോദിക്കാൻ പോകുന്നത് അതാണ് മുമ്പത്തെ ആയത്തുമായി തമ്മിലുള്ള ബന്ധം. ഇനി ഇതൊക്കെ കേട്ടില്ലെങ്കിൽ എന്താ? ഇതൊക്കെ ഇപ്പൊ തൽക്കാലം കേട്ടില്ലെങ്കിൽ എന്താ? ആരാ ഈ വാക്കുകളൊക്കെ പറയുന്നത്? ഈ സ്വർഗം നരകമൊക്കെ പറയുന്നത് ആരാ? നീ വ്യഭിചരിക്കല്ല, നീ സ്വവർഗരതിയുമായി ബന്ധപ്പെടല്ല, ഇതൊക്കെ ആരാ പറയുന്നത്? ആര് പറയുന്നു എന്നത് ഒരു ചോദ്യമാണ്. അള്ളാഹു പറയുന്നു, മറ്റാരുമല്ല പറയുന്നത്. വേറെ ആരോ പറയുകയാണെങ്കിൽ നിനക്ക് തട്ടിക്കളയാമായിരുന്നു. ഞാൻ കേട്ടില്ല എന്ന് വെക്കായിരുന്നു, ഞാൻ കണ്ടില്ല എന്ന് വെക്കായിരുന്നു, എനിക്ക് നിന്നെ അംഗീകരിക്കാൻ സൗകര്യമില്ല എന്ന് പറയാമായിരുന്നു. നീ പറഞ്ഞതിലപ്പുറം എന്റെ ജീവിതത്തിലേക്ക് ഫിറ്റായ തിയറികൾ എനിക്ക് പറയാൻ കഴിയും, അല്ലെങ്കിൽ ജീവിത വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ എനിക്ക് കഴിയുമെന്നൊരു ബുദ്ധിമാന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതൊന്നുമല്ല. ഈ വാക്കുകൾ പറയുന്നത് ഒരു മനുഷ്യനല്ല, നിങ്ങളെ സൃഷ്ടിച്ച തമ്പുരാനാണ് ഇത് പറയുന്നത്. സ്രഷ്ടാവിന്റെ വാക്കാണ് ഒരു സൃഷ്ടി എടുക്കേണ്ടത്. ഒരു സൃഷ്ടിക്ക് എന്താണ് ഗുണമെന്ന് അത് അതിന്റെ സൃഷ്ടാവിനെ അറിയാം. ഇപ്പൊ ഉദാഹരണത്തിന്, ഒരു സാധനം ഉൽപ്പാദിപ്പിച്ച കമ്പനിക്കാർ, ഒരു ചെറിയ ഉദാഹരണം പറയാം, ഒരു മിക്സി ഇതുണ്ടാക്കിയ കമ്പനി, ആ കമ്പനി പറയണം അതിൽ എത്ര ലോഡ് താങ്ങും, എത്ര ലോഡ് അടിക്കാൻ പറ്റും എന്നൊക്കെ ആ കമ്പനിയാ പറയേണ്ടത്. ഒരു വാഹനം, ആ വാഹനത്തിൽ എത്ര പേർക്ക് ഇരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് അതിന്റെ ഉൽപാദകർക്കാണ് അറിയുക. അവരാണത് പറയേണ്ടത്, അവരെയാണ് വിശ്വസിക്കേണ്ടത്. അപ്പൊ എന്റെ വണ്ടി ഉണ്ടാക്കിയത് അവരാണെങ്കിലും അവരിത്ര പേരെ ഇതിൽ ഇത്ര ലോഡ് ഇതിൽ കയറ്റാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനൊന്ന് കയറ്റി നോക്കട്ടെ എന്താ വരിക, അത് അപകടമായിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, നീ പാല് കുടിച്ചോ എന്ന് റബ്ബ് പറയുന്നു, കള്ളു കുടിക്കല്ല എന്ന് പറയുന്നു. എന്താ അപ്പൊ കള്ളു കുടിച്ചാൽ? ചോദിക്കല്ല. നിന്നെ സൃഷ്ടിച്ച റബ്ബ് അവനറിയാം മദ്യപാനം നിന്റെ ആരോഗ്യത്തിന് കേടാണെന്ന്, നിന്റെ ബുദ്ധിയെ നഷ്ടപ്പെടുത്തുമെന്നറിയാം. അതുകൊണ്ട് അവൻ പറഞ്ഞു ഇന്നത് കുടിക്കല്ല, ഇന്നത് കുടിച്ചോ. അപ്പൊ റബ്ബേതാ കുടിക്കാൻ പറഞ്ഞ അത് കുടിക്കുക, റബ്ബേതാ വേണ്ടാന്ന് പറഞ്ഞത് അത് ഒഴിവാക്കുക. റബ്ബ് എന്താ ചെയ്യണമെന്ന് പറഞ്ഞത്, ഏത് കാര്യമാണോ റബ്ബ് ഇഫ്അൽ ചെയ്തോ എന്ന് പറഞ്ഞത് അതങ്ങനെ, ലാ തഫ്അൽ അരുത് എന്ന് പറഞ്ഞത് അത് ചെയ്യരുത്. അതാണ് ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ ലക്ഷണം. സൃഷ്ടിച്ചയാൾ, അത് ഉണ്ടാക്കിയ ആൾ പറയുന്നതാണ്
യഥാർത്ഥത്തിൽ കേൾക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഈ ബോഡി ഉണ്ടാക്കിയ റബ്ബ് ആ ബോഡി കൊണ്ട് എന്തൊക്കെ ചെയ്യണം, ആ ബോഡി എന്തൊക്കെ ഭക്ഷിക്കണം, ഇതൊക്കെ അള്ളാഹു ഇങ്ങോട്ട് പറഞ്ഞു തന്നു. അതാണ് ശരിക്കവൻ പ്രവർത്തിക്കേണ്ടത്. അതാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അള്ളാഹു തആല പറഞ്ഞത്. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. അള്ളാഹു പറഞ്ഞു, അറിയുക. യഅലമു മൻ ഖലഖ, സൃഷ്ടികർമ്മം നടത്തിയവനല്ലേ കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയുന്നവൻ. അലാ, അറിയുക. യഅലമു മൻ ഖലഖ, സൃഷ്ടികർമ്മം നടത്തിയ റബ്ബാണ് കേട്ടോ കാര്യങ്ങൾ അറിയുന്നവൻ. വഹുവൽ ലതീഫുൽ ഖബീർ, അവൻ എല്ലാറ്റിൻ്റെയും നിജസ്ഥിതി അറിയുന്നവനാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഉള്ളറകൾ അറിയുന്നവനാണ് തമ്പുരാൻ. വഹുവൽ ലതീഫുൽ ഖബീർ. അതുകൊണ്ട് സൃഷ്ടികൾ അവന്റെ വാക്കാ കേൾക്കേണ്ടത്, അവൻ പറഞ്ഞതാ കേൾക്കേണ്ടത്. അതുകൊണ്ടാണ് ലോകത്താദ്യമായി മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി അള്ളാഹു ഇറക്കിയ പ്രഥമ പഞ്ചവചനങ്ങളിൽ ഒന്നാമത്തെ വാക്കിതാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. സൃഷ്ടികർമ്മം നടത്തിയവന്റെ നാമത്തിലാ നീ വായിക്കേണ്ടത്. ആര് പറഞ്ഞതാ നീ വായിക്കേണ്ടത്, ആര് പറഞ്ഞതാ നീ കേൾക്കേണ്ടത്, സൃഷ്ടിച്ചവൻ പറഞ്ഞതാ കേൾക്കേണ്ടത് എന്ന് ആദ്യമായി ഇറങ്ങിയ വചനത്തിൽ തന്നെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഖലഖ്, സൃഷ്ടിച്ചവൻ, സൃഷ്ടിച്ച റബ്ബ് അവൻ പറഞ്ഞതാ നീ കേൾക്കേണ്ടത്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. നഹ്നു ഖലഖ്നാകും ഫലൗലാ തുസദ്ദിഖൂൻ. നമ്മളാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. നഹ്നു ഖലഖ്നാകും, അല്ലാഹു പറയുന്നു നമ്മളാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. നഹ്നു ഖലഖ്നാകും ഫലൗലാ തുസദ്ദിഖൂൻ, എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല? അള്ളാഹു ചോദിക്കാം. സൃഷ്ടിച്ച സ്രഷ്ടാവിന്റെ ശബ്ദമാണ് ഇത്രയും പറഞ്ഞത്. ഈ നരകത്തിന്റെ ഗൗരവം കേട്ടിട്ട് നിങ്ങൾക്കെന്താ ഉൾക്കൊള്ളാനൊരു പ്രയാസം, നിങ്ങൾക്കെന്താ വിശ്വസിക്കാനൊരു പ്രയാസം? ഞാനല്ലേ നിങ്ങളെ സൃഷ്ടിച്ചത്. നഹ്നു ഖലഖ്നാകും, നമ്മളാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ഫലൗലാ തുസദ്ദിഖൂൻ, എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല? നിങ്ങൾ നമ്മെ വാസ്തവമാക്കുന്നില്ല. അപ്പൊ അല്ലാഹു തആല എങ്ങനെയാണ് ഇപ്പൊ ഈ പറഞ്ഞതിനൊക്കെ ഒരു മടക്കം വേണ്ടേ എന്ന് ഇത് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. മടക്കം വേണ്ടേ, ഒരു പുനരുത്ഥാനം, അതില്ലാതെ എങ്ങനെയാണ് ഇതൊക്കെ നടക്കുക? ആ കാര്യത്തിൽ നീ ടെൻഷൻ ആവണ്ട. സൃഷ്ടിച്ച റബ്ബിന് നിന്നെ തിരിച്ചു സൃഷ്ടിക്കാനും കഴിയും. ആദ്യമായിട്ടൊരു സാധനം ഉണ്ടാക്കിയവൻ അവന് രണ്ടാമത് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഉറപ്പല്ലേ? മിസാലില്ലാതെ, മോഡലില്ലാതെ ആദ്യമായിട്ട് അല്ലാഹു തആല ഒരു സാധനം ഉണ്ടാക്കി. മോഡലില്ലാതെ ഒരു സാധനം അല്ലാഹു തആല ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കൽ മോഡലോടുകൂടി ആ സാധനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ, മോഡൽ ഉള്ള സാധനം നശിച്ചതിന് ശേഷം പിന്നെ അത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അത് എത്ര എളുപ്പമാണ്. ആദ്യമായിട്ട് സൃഷ്ടിക്കുന്നത് ആ പ്രയാസം. അതാദ്യമായിട്ട് സൃഷ്ടിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഇത് ഉണ്ടാക്കി തരാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും കഴിയും. അതുകൊണ്ടാണ് സൂറത്ത് യാസീനിൽ അല്ലാഹു അതേ ഭാഷയിൽ തന്നെ പറഞ്ഞത് കാണാം. ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം.